ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗന്ദര്യ സംരക്ഷണത്തിന് തക്കാളി എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ എല്ലാവരുടെയും അടുക്കളയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒന്നാണ് തക്കാളി. നിങ്ങളുടെ വീട്ടിൽ തക്കാളി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചർമ്മത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. തക്കാളി മാത്രം ഉപയോഗിച്ചാൽ മതി. അത്രയും ഗുണങ്ങൾ തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട്. തക്കാളിയിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ബിയും സിയും ചർമ്മത്തിൽ ചുളിവുകളും വരകളും വരുന്നത് തടയാനും ചെറുപ്പമായിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. തക്കാളിയിൽ അടങ്ങിയ നാച്ചുറൽ ആയിട്ടുള്ള ആസ്ട്രിജൻ പ്രോപ്പർട്ടീസ് ഓപ്പൺ പോർസിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഡൾ ആൻഡ് അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ മാറിക്കിട്ടാനും കരിവാളിപ്പ് മാറി നിറം വയ്ക്കാനും എങ്ങനെയാണ് തക്കാളി ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മുഖത്തെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറാനും ഡെഡ് സ്കിന്ന് റിമൂവ് ആക്കാനും കരിവാളിപ്പ് മാറാനും നിറം വയ്ക്കാനൊക്കെ സഹായിക്കും ഒരു സ്ക്രബാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു തക്കാളി എടുക്കാം. തക്കാളി നന്നായിട്ട് കഴുകിയതിന് ശേഷം പകുതിയായിട്ട് മുറിച്ചെടുക്കാം. ഈ ഒരു സ്ക്രബ് ചെയ്യാൻ നമുക്കൊരു തക്കാളിയുടെ പകുതി മാത്രം മതി. അപ്പോൾ മുറിച്ച് വെച്ച തക്കാളിയിലേക്ക് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളിത് മുഖത്ത് യൂസ് ചെയ്യുമ്പോൾ പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പഞ്ചസാര നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിന്ന് റിമൂവ് ആക്കാനും ആഴത്തിൽ ഇറങ്ങിയിട്ട് നമ്മുടെ അഴുക്കളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും. അപ്പം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. തേൻ നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനൊക്കെ സഹായിക്കും. നിറം വയ്ക്കാനും കറുത്ത പാടുകൾ മാറാനും കരിവാളിപ്പ് മാറാനൊക്കെ ഏറ്റവും നല്ലതാണ് തേൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് മൂന്നും ഒന്ന് കുറച്ച് നേരത്തേക്ക് ഈ തക്കാളിയിലൊന്ന് പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ഒരു തക്കാളി എടുത്ത് നമ്മുടെ ഫേസിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മുഖം നന്നായിട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു തക്കാളി വെച്ച് പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ പതുക്കെ മാത്രമേ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. ഒരു 3 മിനിറ്റോളം ഈ ഒരു തക്കാളി വെച്ചിട്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. മുഖത്ത് മാത്രമല്ല കഴുത്തിലും കൂടെ ഈ ഒരു തക്കാളി വെച്ചിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴുത്തിലുള്ള കറുപ്പ് മാറി കിട്ടാനൊക്കെ ആയിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു 3 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഉണങ്ങാനായിട്ട് വയ്ക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് മുഖം വാഷ് ചെയ്ത് കളയാം. ഓയിലി സ്കിൻ ആണെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലാത്ത എല്ലാ ടൈപ്പ് സ്കിന്നും സാധാരണ നോർമൽ വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകിയാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു തക്കാളിയുടെ സ്ക്രബ് ഉണ്ടാക്കി യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്ക്രബ് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ നിങ്ങൾ യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിലുള്ള എല്ലാ കരിവാളിപ്പും മാറിയിട്ട് സ്കിന്ന് നല്ലോണം നിറം വയ്ക്കാനായിട്ട് സഹായിക്കും. ആദ്യത്തെ യൂസ് തന്നെ നമുക്ക് കരിവാളിപ്പും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ മാറിക്കിട്ടുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഓപ്പൺ പോർസിൻ്റെയൊക്കെ സൈസ് കുറയ്ക്കാനും നിറം വയ്ക്കാനും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനും ഈവൺ ആയിട്ടുള്ള സ്കിൻ ടോൺ കിട്ടാനും ഒക്കെ സഹായിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള തക്കാളി വെച്ച് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രബായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്